ജിൻഡോ ജോൺ, അതായത് ബി.ജെ.പിയുടെ പാനലിസ്റ്റ് ഉത്തരവാദിത്വ ബോധത്തോടെ നമ്മുടെ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് ലോക്നാഥ് ബെഹ്റ പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പി പ്രവേശനത്തിൽ അനുകൂലമായി ഒരു നിലപാടും എടുത്തിട്ടില്ല, ഒരിടനിലയുടെയും ആവശ്യം ഞങ്ങൾക്കില്ല എന്ന് പറയുകയാണ്. പിന്നെ എന്താണ് കോൺഗ്രസിന്റെ പക്കലുള്ള തെളിവ്? അതോ ലോക്നാഥ് ബെഹ്റയ്ക്ക് സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കാലം മുതൽ കരുണാകരന്റെ കുടുംബവുമായി നല്ല ബന്ധമുണ്ട് എന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നുണ്ട്. പറയുന്ന കഥകൾ മുഴുവനും നമുക്കൊരു ചർച്ചയിലെടുത്ത് പറയാൻ കഴിയില്ല. എന്നിരുന്നാൽ ഇത് മോശപ്പെട്ട കഥകളെന്നല്ല ഞാൻ പറഞ്ഞിട്ട്, ആ കുടുംബവുമായി അത്രയധികം ബന്ധമുള്ള ഒരാൾ എന്ന രീതിയിൽ. അപ്പോ അത് വെച്ച് നിങ്ങൾ കടന്നങ്ങ് ചിന്തിച്ചെടുത്ത ഒരു കാര്യം മാത്രമാണോ ഈ ബെഹ്റയുടെ ഇടപെടൽ എന്ന് പറയുന്നത്? അപ്പൊ അത്രയും ബന്ധമുള്ള ഒരാൾക്ക് ഇനിയും ഈ പറയുന്ന ഗൃഹസന്ദർശനമൊക്കെ ആകാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ ബെഹ്റയാണ് അതിന് കാരണമെന്ന് നിങ്ങളങ്ങ് ഊഹിച്ചെടുത്ത് പറയുകയായിരുന്നോ? അല്ല, ഈ ഊഹിച്ചെടുത്ത അഭിപ്രായം പറയുന്നത് കെ സുരേന്ദ്രനെ പോലുള്ള ആളുകളാണ്. ഞങ്ങളതൊന്നും ഊഹിച്ചെടുത്ത് പറയുന്നതല്ലോ. ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരല്ലേ. KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കെ മുരളീധരൻ, പത്മജയുടെ സഹോദരനായിട്ടുള്ള കെ മുരളീധരൻ, ഇങ്ങനെ ഉന്നതരായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ തന്നെ ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. പിന്നെ ബെഹ്റ ഇടപെട്ടിട്ടുണ്ടോ എന്ന് എന്നോടൊപ്പം പാനലിസ്റ്റുള്ള BJPയുടെ പ്രതിനിധിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. കാരണം പത്മജ BJPയിലേക്ക് വരുന്നത് കേരളത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ അറിയുന്നത് ചാനലുകൾ വാർത്ത പുറത്തുവിട്ടതിന് ശേഷമാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് അവർക്കറിയില്ല. അവർ പറഞ്ഞ ഒരു കൗതുകകരമായിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് അറിയോ? അത് CPM-നോട് ചോദിക്കണം. ബെഹ്റ CPM-ആയിട്ടാണ് കൂടുതൽ ബന്ധമെന്ന്. അപ്പൊ ഞങ്ങളുടെ വാദത്തിന്റെ പകുതി ഭാഗം BJPയുടെ പ്രതിനിധി വരെ സമ്മതിച്ചു. CPM-ആയിട്ട് ബെഹ്റയ്ക്ക് അവിശുദ്ധമായിട്ടുള്ള പല ബന്ധങ്ങളും ഉണ്ടെന്ന്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ CPM-ന്റെ പ്രതിനിധി അദ്ദേഹം പത്മജയ്ക്ക് വേണ്ടി എന്തൊക്കെ കരച്ചിലാണ് നടത്തുന്നത്. ഈ പത്മജ കോൺഗ്രസ് വിട്ടുപോയതിൽ കോൺഗ്രസിനുള്ളതിനേക്കാൾ വലിയ പ്രയാസമാണ് CPM-കാർക്ക്. അവരാണ് ഇത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നതും ആഘോഷിക്കുന്നതും. പത്മജ കോൺഗ്രസിൽ നിന്ന് പോയതിന് കോൺഗ്രസിലില്ലല്ലോ പ്രയാസം. ഞങ്ങൾക്ക് ആകെയുള്ള പ്രയാസം കെ കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എക്കാലത്തെ മികച്ച ഒരു നേതാവിൻ്റെ മകൾ ഈ പാർട്ടി വിട്ടുപോയതിൽ ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്. അല്ലാതെ അവർ ഈ പാർട്ടി വിട്ടുപോയതിൽ അവരുടെ ഫേസ്ബുക്കിൻ്റെ ID നോക്കുന്ന മറ്റേ അഡ്മിന്മാരെ പോയില്ല എന്നുള്ളത് നമ്മൾ ചരിത്രം കണ്ടതാണല്ലോ. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. പിന്നെ താങ്കൾ ചോദിച്ചത് KC വേണുഗോപാൽ എന്തുകൊണ്ട് ആലപ്പുഴ വന്നു എന്ന്. അതിൻ്റെ ഒറ്റ ഉത്തരവേ ഉള്ളൂ. ഇന്ത്യൻ പാർലമെന്റിൽ ആലപ്പുഴയിൽ നിങ്ങളുടെ ഒരു കനൽത്തരി ഉണ്ടല്ലോ, അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് കണ്ടാൽ തന്നെ ആലപ്പുഴക്കാർക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്ന്. കാരണം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് പകരം കോൺസ്റ്റിപ്പേഷനും കോൺസെൻട്രേഷനും ഒക്കെ പ്രസംഗിക്കുന്ന നേതാക്കന്മാരെ അല്ല ഇന്ത്യൻ പാർലമെന്റിൽ വേണ്ടത്. കാരണം ഇത് നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കന്മാർക്ക് അത് മനസ്സിലാകില്ല എന്ന് മാത്രമല്ല, അവർ വേറെ പല രീതിയിലും തെറ്റിദ്ധരിക്കാൻ കൂടി ചെയ്യും, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. അതുകൊണ്ട് കൃത്യമായിട്ട് രാഷ്ട്രീയ അവബോധവും ബോധവും ഉള്ള ആളുകൾ പാർലമെന്റിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത് താങ്കൾ പറഞ്ഞ ആശങ്ക, രാജസ്ഥാനിലെ ഒരു രാജ്യസഭാ സീറ്റ് കോൺഗ്രസിന് കുറഞ്ഞു പോകില്ലേ എന്ന്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തതിന്റെ പേരിൽ CPM-ന്റെ ഉണ്ടായിരുന്ന MLA സസ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ. നാണമാവില്ലേണ്ട് നിങ്ങൾക്ക് കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ? ഇനി മൂന്നാമത്തെ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം, ഈ രാജസ്ഥാനിലെ ഞങ്ങളുടെ സീറ്റിനെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ഈ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ രാജ്യസഭാ സീറ്റ് 2 മാസം കഴിയുമ്പോൾ തീർന്നു പോകും. കർണാടകയിൽ ഞങ്ങൾ പുഷ്പം പോലെ ഒരു രാജ്യസഭാ MP പിടിക്കും. അപ്പോൾ ഞങ്ങൾ അത് മേക്കപ്പ് ചെയ്തോളാം. ഞങ്ങൾക്ക് അങ്ങനെ കുറിച്ച് ഞങ്ങൾ രാജസ്ഥാനിൽ നഷ്ടപ്പെടുന്നത് ഞങ്ങൾ കർണാടകയിൽ അങ്ങ് എടുത്തുകൊള്ളാം എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ ഒപ്പത്തിനൊപ്പമേ ആകുള്ളൂ. അങ്ങനെ ഒപ്പത്തിനൊപ്പം കളിക്കുന്ന ഒരു ശാക്തിക പോരാട്ടമാണോ നിങ്ങളും BJP-യും തമ്മിൽ നിലവിലുള്ളത്? ഒരു സീറ്റെങ്കിൽ ഒരു സീറ്റ്, ഒന്നുകൂടിയെങ്കിൽ ഒന്നുകൂടി എന്ന് കൂട്ടിച്ചേർക്കേണ്ടുന്ന ഒരു രാഷ്ട്രീയ സ്ഥിതിയിൽ തന്നെയല്ലേ കോൺഗ്രസ് ഉള്ളത്? തീർച്ചയായിട്ടും മാധു, ആ ഒറ്റ ചിന്തയിൽ തന്നെയാണ് പാർലമെന്റ് ഇലക്ഷനിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാലിനെ ഒരു സീറ്റേ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടുള്ളൂ. ആ ഒരു സീറ്റ് കൂടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി MP-മാരെ കോൺഗ്രസിന്റെ ആയിട്ട് പാർലമെന്റിൽ അണിനിരത്തേണ്ടത് ഞങ്ങളുടെ രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. ഇന്ത്യൻ ഭരണഘടനയോട്, ഇന്ത്യയിലെ മതനിരപേക്ഷ ചേരിയോട് ഞങ്ങൾ കാണിക്കുന്ന ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഞങ്ങൾ KC വേണുഗോപാലിനെ മത്സരിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തത്, കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ പഴയ ധനകാര്യമന്ത്രി വിശ്വനാഥ മേനോൻ അടക്കം, അൽഫോൺസ് കണ്ണന്താനം അടക്കം, മറ്റേ അബ്ദുള്ളക്കുട്ടി അടക്കമുള്ള ആളുകളെ, ഇപ്പൊ പോകാൻ നിൽക്കുന്ന S രാജേന്ദ്രൻ അടക്കമുള്ള ആളുകളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ കുറെ ലിസ്റ്റ് ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലിസ്റ്റ് പറഞ്ഞ് കളിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കുറെ ദിവസമായി നമ്മൾ ആ കളി നടത്തുന്നു. ഈ പാർട്ടിയുടെ ഇന്നത്തെ മുഖ്യമന്ത്രി, മുൻ നിങ്ങളുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ, അദ്ദേഹം പോയതിന് തുല്യമല്ല ഇപ്പോഴും പാർട്ടിയിൽ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള ED അന്വേഷണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചതല്ലേ. അദ്ദേഹം ജ്യോതി ബസു അനുസ്മരണം പോലും ഒഴിവാക്കി, ബംഗാൾ യാത്ര പോലും ഒഴിവാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ സ്വീകരിച്ച് കൈകൂപ്പി നിന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ. അദ്ദേഹം ഒരിക്കലെങ്കിലും നരേന്ദ്രമോദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് വിമർശിച്ചിട്ടുണ്ടോ? ഡൽഹിയിൽ ഒരാളുണ്ട്, ഡൽഹിയിൽ ഇരിക്കുന്ന ആളുടെ പേര് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ? അപ്പൊ കോൺഗ്രസിൽ നിന്ന് പോകുന്ന ആളുകളെ കുറിച്ച് പറയാതെ ഇപ്പോഴും
പോയതിന് തുല്യം നിങ്ങളുടെ പാർട്ടിയിൽ ജീവിക്കുന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പറയണം. പിന്നെ 2 സംസ്ഥാനങ്ങൾ ത്രിപുരയും ബംഗാളും ആകെ നിങ്ങളുടെ കനൽ തരി കത്തിക്കൊണ്ടിരുന്ന അവിടെയായിരുന്നു. ആ രണ്ടും കൊണ്ടുപോയി BJPക്ക് കൊടുത്തു. പാർട്ടി ഓഫീസ് ഉൾപ്പെടെ പാർട്ടിക്കാരെ മുഴുവൻ, മുൻ MLA മാര്, മുൻ MP മാര് മുഴുവൻ ആളുകളെയും, രാജ്യസഭ MP അടക്കം കൊണ്ടുപോയി കൊടുത്തിട്ടിരുന്ന ആളുകളാണ്. ആകെ 2 സംസ്ഥാനത്തുണ്ടായുള്ളൂ. അത് രണ്ടും കൊണ്ടുപോയി BJPക്ക് കൊടുത്തിട്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറയും. കോൺഗ്രസിൽ നിന്ന് എത്ര ആളുകൾ പോയാലും, ഞങ്ങളൊരു കേഡർ പാർട്ടിയല്ല നിങ്ങളെ പോലെ. എത്ര അത് ഒറ്റ മിനിറ്റ് ഒന്ന് പൂർത്തിയാക്കട്ടെ. എത്ര ആളുകൾ പോയാലും ഇതിൽ ഇനിയും ആളുകൾ അവശേഷിക്കുന്നു. BJPക്കെതിരെ പോരാടാനായിട്ട് ആളുകൾ അവശേഷിക്കുന്നു. അതിന്റെ തെളിവാണ് തെലങ്കാന, അതിന്റെ തെളിവാണ് കർണാടക. അങ്ങനെ 100 കണക്കിന് നേതാക്കന്മാരാൽ സമ്പൂർണ്ണമാണ് കോൺഗ്രസ് പ്രസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾ കോൺഗ്രസിനെ കുറിച്ച് ഒരുപാട് വിഷമിക്കരുത്. ഇനി BJP പ്രതിനിധി പറഞ്ഞ മോഡിയുടെ ഗ്യാരണ്ടി, സ്ത്രീകൾക്ക് കൊടുത്ത ഗ്യാരണ്ടി, ഉന്നാവിലെയും ഹത്രാസിലെയും പെൺകുട്ടികൾക്ക് കൊടുത്തല്ലോ ഗ്യാരണ്ടി, കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കുന്ന ഗ്യാരണ്ടി കൊടുത്തല്ലോ. നിങ്ങൾ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ, മോദി ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം നടത്തിയിട്ടുള്ള സാധാരണ മനുഷ്യർക്ക് അനുഭവവേദ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? പത്മജ വേണുഗോപാലോ അനിൽ ആന്റണിയോ പോകുന്നതല്ല നാട്ടിലെ നാട്ടുകാരുടെ മുഴുവൻ രാഷ്ട്രീയ പ്രശ്നം. ആളുകൾക്ക് ഗ്യാസിന് 414 രൂപ ഉണ്ടായിരുന്നപ്പോൾ സമരം ചെയ്ത BJP നേതാക്കന്മാർ 1200 രൂപയായിപ്പോ എവിടെ സമരം ചെയ്യാനുള്ളത്? 57-70 രൂപയ്ക്ക് പെട്രോൾ കൊടുത്തപ്പോൾ സമരം ചെയ്ത BJP നേതാക്കന്മാർ 106 രൂപയാകുമ്പോൾ എവിടെ സമരം ചെയ്യാൻ വരാത്തത്? അപ്പൊ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് പറയണം. നാട്ടുകാർക്ക് അനുഭവവേദ്യമാകുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെയാണ് ഗ്യാരണ്ടി. അല്ലാതെ കോൺഗ്രസിലെ